തവാങ് ബൈക്ക് റൈഡിൻ്റെ ആദ്യത്തെ ദിവസം ഇവിടെ തുടങ്ങുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിലും അരുണാചൽ ബോർഡർ കിടക്കാൻ വേണ്ടിയിട്ട് ILP ആവശ്യമുണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റ്. എങ്ങനെ എടുക്കണമെന്നല്ലേ പറയാം. ഹേയ് ഗായ്സ്, ശരത് ഹിയർ. ഗുവാഹട്ടിയിൽ നിന്ന് ദിറാങ് പിടിക്കണമെന്നായിരുന്നു പ്ലാൻ, പക്ഷെ മഴ ചതിച്ചു ഗായ്സ്. സോ യാത്ര തുടങ്ങിയപ്പോഴേക്കും ഏകദേശം 12:30 ആയിക്കണം. സോ പ്ലാൻ മാറ്റി ഷെർഗാവൺ ആക്കി. ഏകദേശം 215 കിലോമീറ്റർ ഉണ്ട്, അറൗണ്ട് 6 hours റൈഡ്. അങ്ങനെ ഗുവാഹട്ടിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ അറൗണ്ട് 10 കിലോമീറ്റേഴ്സ് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഹൈവേയിലോട്ട് കയറും. പിന്നെ നല്ല കിടിലൻ റോഡാണ്. ഹൈവേയുടെ ഇരുവശങ്ങളിലായിട്ടും ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റൂറൽ ഏരിയാസാണ്. എന്തായാലും കൊള്ളാം, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു റൈഡ്. അപ്പോൾ ILP, ഇന്നർ ലൈൻ പെർമിറ്റ്. നമ്മൾ ഫോറിനേഴ്സ് അല്ല, ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ കൂടി അരുണാചൽ ബോർഡർ കയറുമ്പോൾ ILP എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഈ ILPക്ക്. അതിൻ്റെ സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മുടെ ID പ്രൂഫ്, തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ തന്നെ ചെറിയൊരു ഫീ പേയ്മെൻ്റ് ഉണ്ട്. 2 രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് വരിക. അപ് ടു 3 days വരെയാണ് നിങ്ങൾ അരുണാചലിൽ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ 300 രൂപ ചാർജ് വരിക. ദെൻ അപ് ടു 14 days വരെയാണെങ്കിൽ 500 രൂപ, അങ്ങനെ എൻ്റെ ചാർജ് വരിക. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് കൂടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ് കോപ്പി എന്തായാലും ഫോണിൽ കരുതുക. നമ്മൾ അരുണാചൽ ബോർഡർ കയറുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് പോസ്റ്റിൽ നമുക്കിത് കാണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ ലഡാക്ക് റൈഡിന് ശേഷം ഇത്ര ദൂരം ബൈക്കിൽ ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടീ സ്റ്റോപ്പുകൾ നമുക്ക് ഈ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആസാമിലെ ചായനെ പറ്റിയും അരുണാചലിലെ കോഫിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. ശരിക്കും ശരിയാട്ടോ. ഏത് ചെറിയ കടയിൽ നിന്ന് ചായയോ കോഫിയോ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായയും കോഫിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ബോർഡ്, ഭൂട്ടാൻ, ലെഫ്റ്റിലേക്ക് 500 മീറ്റർ. ഭൂട്ടാൻ നമ്മുടെ പ്ലാനിലുണ്ടെങ്കിൽ കൂടി അതിപ്പോഴല്ല, റിട്ടേൺ വരുമ്പോഴാണ്. സോ ഭൂട്ടാൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഭൈരവ് കൊണ്ടാകുന്നൊരു സ്ഥലം കേട്ടോ. അങ്ങനെ അറൗണ്ട് 5 PM ആയപ്പോഴേക്കും നമ്മൾ അരുണാചൽ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് വന്നൊരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ILPയും ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷെർഗാവണിലേക്ക് ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇനിയുള്ളത് ഹൈവേ അല്ല കേട്ടോ, കുറച്ചധികം ഹെയർ പിന്നൊക്കെ ഉള്ള റൂട്ടാണ്. അതുപോലെ തന്നെ മഴയും. പിന്നെ 9 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഒരൊറ്റ കടയുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ റൂട്ടിലും കടകൾ കുറവാണ്. സോ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഡിന്നറും കഴിച്ചു. നോൺ വെജ് താളിയാണ്, 250 രൂപ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടാതെ മെഴുക്കുവരട്ടിയും കുറച്ച് കൂട്ടും. കുറച്ചധികം ചോക്ലേറ്റുമായിട്ടാണ് സാംസൺ യാത്ര തുടങ്ങിയത്. വരുന്ന വഴിയിൽ കാണുന്ന പിള്ളേർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ രാത്രി 10 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഷെർഗാവൺ എത്തി. വില്ലേജ് മൊത്തം ഓഫാണ്, എല്ലാവരും ഉറങ്ങിയും തോന്നുന്നു. അങ്ങനെ നിയർ ബൈയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം എല്ലാ ഹോട്ടലുകളിലും കോൺടാക്ട് ചെയ്തു. നല്ല എക്സ്പെൻസീവാണ്, 3000 4000 ഒക്കെ പറയുന്നുണ്ട്. ഒരു ഹോം സ്റ്റേയിലെ ചങ്ങായി 2000 രൂപയ്ക്ക് റൂം അറിഞ്ഞു. നല്ലോണം ബാർഗെയിൻ ചെയ്തു. 1600 രൂപയ്ക്ക് റൂം കിട്ടി. നല്ല റൂമാട്ടോ, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. പൈൻ ക്രീക്ക് ഹോം സ്റ്റേ. ഇപ്പം ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.